നമസ്കാരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഗാനരചനാ വിഭാഗത്തിന് കൊടുത്ത അവാർഡ് വളരെയേറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ചർച്ചകൾക്ക് മാത്രമല്ല, പലരും ആശങ്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഇത്തരം വരികൾക്കാണോ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. ഞാനും ചിന്തിച്ചു. കാരണം കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട എന്ന വരികൾ കള്ളു കുടിക്കുന്നവരെ നിഷ്കളങ്കരായിട്ട് നറേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഒരു ജനറേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഈ പാട്ട് ഞാൻ ഇന്ന് കുറേയധികം തവണ കേട്ടു നോക്കി. കാരണം എന്തുകൊണ്ടായിരിക്കാം ഈ പാട്ടിന് അവാർഡ് കൊടുക്കാൻ പരിഗണിക്കാൻ ഇടയായത് എന്നുള്ള ഒരു കാരണമുണ്ട്. ഞാൻ കുറെ തവണ കേട്ടപ്പോൾ ഇൻഡെപ്ത് അർത്ഥം മനസ്സിലാക്കി കേട്ടപ്പോൾ നല്ല അർത്ഥവത്തായ വരികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കുറച്ച് വളരെ റിലാക്സ് ചെയ്തിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അർത്ഥവത്തായ പാട്ടാണ്. അതിനകത്ത് ഈ ഒരു പോർഷൻ, അതായത് കുടിച്ച കള്ളമൊന്നും പറയില്ലട എന്നുള്ള പോർഷൻ ഒഴിവാക്കാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മളിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരാളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും ആ കാര്യത്തിൽ. അപ്പോൾ ഈ പാട്ടെഴുതിയ കലാകാരന്റെ ഒരു സിഗ്നേച്ചറാണ് ആ സംഭവം. കാരണം പുള്ളിക്ക് ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വരി അതിനകത്ത് കേട്ടിട്ടുണ്ടാവുക. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ ആശങ്കയോടുകൂടി കേട്ട പാട്ടാണ്. സിനിമ അത്രയും ഹിറ്റായ സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു പുതിയ ജനറേഷൻ മറ്റൊരു തരത്തിലുള്ള നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് വളരെ ആശങ്കപ്പെട്ട ഒരു ഇതാണ്. അതുപോലെ തന്നെ ആവേശം എന്ന സിനിമയ്ക്കകത്ത് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളുള്ള പാട്ടുകളുണ്ട്. അതുപോലെ ഒരുപാട് ഇങ്ങനെ ഇന്നർ മീനിങ് ഉള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും അവാർഡിലേക്കൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഈ അവാർഡ് കൊടുത്തതുകൊണ്ടാണ് ഈ പാട്ട് ഇങ്ങനെ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാട്ട് അവാർഡ് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വരികൾ ഇപ്പൊ സാധാരണ നമ്മൾ സിനിമ കാണുമ്പോൾ അത് കള്ളുടിക്കുകയോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയോ ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ടാവും. പക്ഷേ പാട്ടുകളിൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ട് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും ഈ വരികൾ വരുമ്പോൾ ഒരു ഇത് തന്നെയാണ്, ടെൻഷൻ തന്നെയാണ്. പുതിയ ജനറേഷൻ അറിയാമല്ലോ, ഒരു നെഗറ്റീവ് മാത്രമാണ് കൂടുതലും എടുക്കുന്നത്. പോസിറ്റീവ്സ് വളരെ കുറച്ച് എടുക്കാറുള്ളൂ. എന്തായിരുന്നാലും അവാർഡ് കിട്ടിയ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.